ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പണ്ട് പഠിപ്പിച്ചു മനോഹരമായൊരു കവിത. സിസ്റ്റർ മേരി വെരീഞ്ഞ എഴുതിയ കവിതയാണ്. കത്തോലിക്ക സമുദായത്തിലെ വളരെ വളരെ അനുഗ്രഹീതയായ ഒരു കവയിത്രിയാണ് സിസ്റ്റർ മേരി വെരീഞ്ഞ. ആ കവിതയുടെ പേര് തന്നെ ലോകമേ യാത്ര എന്നാണ്. ലോകമേ യാത്ര, ലോകത്തോട് യാത്ര പറയുകയാണ്. ചില ശീലുകൾ നിങ്ങൾ കേൾക്കൂ. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ച് തുഷ്ടിയോടെനിക്ക് വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്ക് വന്ദനം. പിരിഞ്ഞു പോയിടട്ട ഞാൻ ഇനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിക്കുവാൻ. ജനിച്ചെന്നു മുതലേ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, പക്ഷേ ഞാൻ ഇതാ ലോകത്തോട് യാത്ര പറയുന്നു. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ച് തുഷ്ടിയോടെനിക്ക് വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്ക് വന്ദനം. പിരിഞ്ഞു പോയിടട്ട ഞാൻ ഇനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിക്കുവാൻ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. വിസമ്മതം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം വിട്ടുപോയേ പറ്റൂ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. കയ്യിലുള്ളതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് എല്ലാം വിട്ടുകളയണം. ശവക്കുഴിയിൽ എല്ലാം തീരും, ശവക്കുഴിയെല്ലാം അവസാനിക്കും. ഈ ജഗത്തെയും ലോകത്തെയും ഈ ജഡത്തെയും ശരീരത്തെയും വിട്ട് നാം തിരിക്കണം, യാത്ര തിരിക്കണം. തിരിച്ചു വരാത്ത യാത്രയാണ്. പിന്നെ ആ യാത്രയ്ക്ക് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷിക്കാൻ അവകാശമില്ല. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോയാൽ തിരിച്ചു വരുന്ന പ്രതീക്ഷയുണ്ട്, അല്ല കോഴിക്കോട്ട് പോയാൽ തിരിച്ചു വരുന്ന പ്രതീക്ഷയുണ്ട്, അല്ല നാം അങ്ങ് അമേരിക്കയിൽ പോയാലും തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ യാത്ര തിരിച്ചു വരാത്ത യാത്രയാണ്. ഒരിക്കൽ ഇജ്ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. എല്ലാം ത്യജിക്കണം. കരത്തിൽ കയ്യിലുള്ളതെല്ലാം ഈ അതിർത്തിയിൽ ഇടണം, ജീവിതത്തിൻ്റെ അതിർത്തിയിൽ. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അവസാനത്തെ യാത്രയിൽ ഇത് കൊണ്ടുപോകില്ല. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ട് അഴുക്കുപെട്ടിടാത്ത ഉണ്യമൊന്നു തൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. അഹന്തയശാത്ത പുണ്യം പ്രാപിക്കാമോ? ക്രിസ്തുവിനെ പ്രാപിക്കാമോ? പുണ്യവാനായ ക്രിസ്തുവിനെ പ്രാപിക്കാമോ? എങ്കിൽ നീ ഭാഗ്യശാലിയായിരിക്കും. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ ഈ നമുക്ക് പിന്നെ എന്തു ശങ്കമാറ്റമൊന്നുമില്ലതിൽ. മഹാന്മാർ കടന്നുപോയല്ലോ. സീസർ ചക്രവർത്തി സമർത്ഥനായിരുന്നു. ഹോമർ മഹാകവി വളരെ ജ്ഞാനിയായിരുന്നു, മഹാനായിരുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു. ഇവരൊക്കെ കടന്നുപോയില്ലേ, നാമും പോകും. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തില്ലെങ്കിൽ ഈ നമുക്ക് പിന്നെ എന്തു ശങ്കമാറ്റമൊന്നുമില്ലതിൽ നാമും പോകും. മരണമുണ്ട്. ഈ മരണമെന്ന യാഥാർത്ഥ്യത്തെ നാം ഓരോരുത്തരും ഒരു ദിവസം നേരിടും. അടുത്തോ അകലെയോ, ചിലപ്പോൾ ഇന്ന് തന്നെ ആയിക്കൊള്ളുന്നില്ല, അല്ല നാളെ പ്രഭാതത്തിലായിക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞുകൂടാ. ചിലപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കാം, ഒരു ദിവസം സംഭവിക്കും. എന്നാൽ മരിക്കുന്നതിന് മുൻപ് നാം നേടിയെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മരിക്കുന്നതിന് മുൻപ് നാം സമ്പാദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് പലർക്കും ആഗ്രഹമുണ്ട്, മരിക്കുന്നതിന് മുൻപ് മോളുടെ വിവാഹം കഴിയണം, അല്ലെങ്കിൽ മോൻ്റെ പഠിത്തം കഴിയണം, അല്ല നീറ്റ് പരീക്ഷ എഴുതി റിസൾട്ട് അറിഞ്ഞിട്ട് മരിച്ചാൽ കൊള്ളാം. പല കാര്യങ്ങൾ ബിസിനസ്സിൽ ഉള്ള പരാജയം മാറി, കടമൊക്കെ മാറിയിട്ടൊന്ന് മരിച്ചാൽ കൊള്ളാം. നമുക്ക് പല പ്രതീക്ഷകളുണ്ട്. അതല്ല ഞാൻ പറയാൻ പോകുന്നത്, ആത്മീയമായ കാര്യമാണ്. മരിക്കുന്നതിന് മുൻപ് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് വായിക്കാം. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ വായിക്കാം. 27-28 വാക്യങ്ങൾ. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി,
എൻ്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഞാൻ മരിക്കും മുൻപേ എൻ്റെ മകൻ യൗസേപ്പിനെ പോയി കാണുമെന്ന് യാക്കോബ് പറഞ്ഞു. യാക്കോബിന് തീരാവേദനയായിരുന്നു യൗസേപ്പ് നഷ്ടപ്പെട്ടത്. ഓമനപുത്രനായ യൗസേപ്പ് അപ്പൻ്റെ വാത്സല്യഭാജനമായിരുന്നു. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മകനാണ് യൗസേപ്പ്. പക്ഷേ യൗസേപ്പിന് എപ്പോഴും ഓർത്ത് കരയാനുള്ളൊരു വിഷയമുണ്ട്. യൗസേപ്പിൻ്റെ അമ്മ മരിച്ചുപോയി, നല്ല മധ്യപ്രായത്തിൽ മരിച്ചുപോയി. യൗസേപ്പിനെ പ്രസവിച്ചതിന് ശേഷം പിന്നീട് റാഹേൽ ഗർഭിണിയായി പ്രസവിക്കാൻ യാത്രാമധ്യത്തിലാണ് പ്രസവവേദന തുടങ്ങിയത്. വഴിയോരത്ത് തന്നെ പെട്ടെന്ന് തൽക്കാലത്തേക്ക് ഒരു മറപ്പുരയുണ്ടാക്കി അവിടെ റാഹേൽ പ്രസവിച്ചു, ബെന്യാമീനെ പ്രസവിച്ചു. സന്തോഷമായിരുന്നു. വാർത്ത കേട്ടപ്പോൾ യാക്കോബിന് സന്തോഷമായിരുന്നു. പക്ഷേ അല്പം കഴിഞ്ഞപ്പോഴാണ് വിധം മാറിയത്. വലിയൊരു അലർച്ച കേൾക്കാം, ഒരു കരച്ചിൽ കേൾക്കാം. അയ്യോ, എന്താണാവോ? യാക്കോബ് വാതിക്കലേക്ക് ഓടിച്ചെന്നു. അപ്പോൾ സൂതികർമ്മിണി, പ്രസവമെടുത്ത സ്ത്രീ വന്ന് പറഞ്ഞു, റാഹേൽ മരിച്ചുപോയി. രണ്ടാമത്തെ പ്രസവത്തോടുകൂടി യോസേപ്പിൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചതിന് ശേഷം അപ്പൻ ഏങ്ങലടിച്ച് കരഞ്ഞതും വിതുമ്പി കരഞ്ഞുകൊണ്ട് അപ്പൻ ആ വഴിയോരത്ത് തന്നെ റാഹേലിനെ സംസ്കരിക്കാൻ ഒരുക്കങ്ങൾ നടത്തിയതും അപ്പൻ്റെ കൂടെയുള്ള വേലക്കാരെല്ലാവരും കൂടി ആ ശവക്കുഴി തോണ്ടിയതും എല്ലാം യോസേപ്പിന് ഓർമ്മയുണ്ട്. യോസേപ്പ് ആ ദേശത്ത് അവിടെ സ്ഥിരമായി പാർക്കാനുള്ളതെല്ലാം ഒരു യാത്ര ചെയ്യുകയാണ്. പക്ഷേ അമ്മയുടെ ശവശരീരം അവിടെ അടക്കിയതിന് ശേഷമാണ് അവർ പോകുന്നത്. യാക്കോബ് ഒരു കയ്യിൽ യോസേപ്പിനെ പിടിച്ചുകൊണ്ട് മറ്റേ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് ആ ചെറു കുഞ്ഞിനെ, ആ ശിശുവിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് യാക്കോബ് പോകുന്നു. ഇടയ്ക്ക് സൂതികർമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൈമാറും. എത്ര ദയനീയമായിരുന്ന യാത്ര, കരച്ചിലിൻ്റെ യാത്ര, വിലാപയാത്ര, ദുഃഖഭൂയിഷ്ടമായ യാത്ര. ആ യൗസേപ്പ് അപ്പൻ്റെ ഓമനപുത്രനായി വളർന്നു. 17 വയസ്സ് വരെ വളർന്നു. ആ 17 വയസ്സിനിടയ്ക്ക് അവൻ്റെ സ്വഭാവശുദ്ധി അപ്പന് എത്രയും സന്തോഷകരമായിരുന്നു, അഭിമാനമായിരുന്നു. എല്ലാ മക്കളിലും സ്വഭാവ ശ്രേഷ്ഠതയുള്ളവനായിരുന്നു. യാക്കോബിന് 12 ആൺമക്കളുണ്ട്. 12 ആൺമക്കളിലും ഏറ്റവും ശ്രേഷ്ഠതയേറിയ സ്വഭാവമായിരുന്നു യൗസേപ്പിന്. നിഷ്കളങ്ക ബാലനായിരുന്നു. വളരെ സ്നേഹമുള്ള ചെറുപ്പക്കാരനായിരുന്നു ബാലകൻ. വളരെ സത്യസന്ധതയുള്ളവനും അപ്പനോട് വലിയ ബഹുമാനവും ആദരവും കൂറുമുള്ളവനുമായിരുന്നു. സഹോദരന്മാരെക്കുറിച്ച് നല്ല സ്നേഹവും ബഹുമാനമുള്ളവനായിരുന്നു. വീട്ടിലെ വിളക്കായിരുന്നു യൗസേപ്പ്. പക്ഷേ 17 വയസ്സ് പ്രായത്തിൽ യൗസേപ്പ് നഷ്ടപ്പെട്ടു. ചിന്തിക്കാവുന്നൊരു കാര്യമല്ലത്. 17 വയസ്സേ ബാലകന് പ്രായമുള്ളൂ. അന്ന് ഈ യൗസേപ്പ് കാണാതെ പോയി. യൗസേപ്പിൻ്റെ സഹോദരന്മാർ പറഞ്ഞു, അപ്പാ ഇത് നിൻ്റെ മകൻ്റെ അങ്കിയാണോ നോക്കിയത്? അപ്പനെ നോക്കിയത് ആ മകൻ്റെ അങ്കിയാണോ? അതെ, ഇതെൻ്റെ മകന് ഞാൻ വാങ്ങിക്കൊടുത്ത അങ്കി തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് നിശ്ചയിച്ചു കൊടുത്ത അങ്കിയാണ്. വിശേഷവസമായി ഞാൻ അവന് കൊടുത്തതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കാട്ടിൽ കിടന്ന് കിട്ടി. വല്ല ദുഷ്ടമൃഗവും അവനെ പിടിച്ച് ഒന്ന് കളഞ്ഞായിരിക്കും. ഈ മക്കൾ അവർ ബെന്യാമീനൊഴികെ 10 പേരും പച്ചക്കള്ളമാണ് പറഞ്ഞത്. അവർ യൗസേപ്പിനോട് അസൂയായിരുന്നു. യൗസേപ്പിനോട് അസൂയ കൊണ്ട് യൗസേപ്പിനെ അവർ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു ചാകാൻ. യൗസേപ്പിനെ കുറിച്ച് അവർക്കുള്ളതായ നീരസത്തിന് കാരണം യൗസേപ്പിന് ചില സ്വപ്നങ്ങൾ കിട്ടിയെന്നുള്ളതാണ്. ചില സ്വപ്നങ്ങൾ. യൗസേപ്പ് എല്ലാവർക്കും പ്രീതിയുള്ളവനായി വളർന്നു വരുന്നു. അസൂയയാണ്. സഹോദരന്മാർക്കെല്ലാം അസൂയ. അവൻ നന്നായി വരുന്നു. നല്ല സ്വഭാവം, ശ്രേഷ്ഠമായ സ്വഭാവം, അപ്പൻ്റെ വാത്സല്യഭാജനം, കുടുംബത്തിൻ്റെ വിളക്ക്. ഈ കൊച്ച് വളർന്നു വരുന്നത് അസൂയയോടുകൂടിയാണ് ചേട്ടന്മാർ കണ്ടത്. അതുകൊണ്ട് അവരെ ഒരു സമയം കാത്തിരിക്കുകയായിരുന്നു. യൗസേപ്പ് അവർക്കുള്ള ആഹാരവുമായി വീട്ടിൽ നിന്ന് വരുമ്പോൾ, ആട് നോക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ വനത്തിൽ യൗസേപ്പിനെ പിടിച്ച് ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. യൗസേപ്പ് കരഞ്ഞു പറഞ്ഞു, അയ്യോ എന്നെ കൊല്ലല്ലേ, പൊട്ടക്കിണറ്റിട്ടാൽ ഞാനവിടെ കിടന്ന് ചാകില്ലേ, വിശന്ന് പൊരിഞ്ഞ് ചാകില്ലേ, അയ്യോ എന്നെ കൊല്ലല്ലേ. അവർ ചെവിക്കൊണ്ടില്ല, അവർ ഗവനിച്ചില്ല. പാവം യൗസേപ്പ് പൊട്ടക്കിണറ്റിലേക്ക് തള്ളപ്പെട്ടു. അതിലെ കല്ലിലും ഉരുളൻകല്ലിലും അതിനു മുമ്പ് അവിടെ വീണ മറ്റ് ജീവികളുടെയും മറ്റ് അസ്ഥികളിലും എല്ലാം മുട്ടി പാവം യൗസേപ്പിൻ്റെ ശരീരത്തിൽ അവിടെ മുറിവുണ്ടായി. അവരെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. യൗസേപ്പിൻ്റെ ആ പ്രത്യേക ഉടുപ്പ് മാറ്റി.
അത് അപ്പൻ പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുത്ത ഉടുപ്പായിരുന്നു. യോസേപ്പിന് പ്രത്യേകിച്ച് വാത്സല്യത്തോടെ കൊടുത്ത ഉടുപ്പായിരുന്നു. അതവർ മാറ്റി. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് എന്താണ്? യോസേപ്പ് കുറേ നേരം അവിടെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ യോസേപ്പിന് തോന്നി, എനിക്ക് പണ്ടൊരു സ്വപ്നം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഒരു സ്വപ്നം, എല്ലാവരും എൻ്റെ മുമ്പിൽ വന്ന് കുമ്പിടുന്നുള്ള സ്വപ്നം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാവരും എൻ്റെ മുമ്പിൽ വന്ന് താഴുന്നൊരു സ്വപ്നം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനിവിടെ മരിക്കില്ല, എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും. വിശ്വാസം വന്നു, ഉറപ്പ്, വിശ്വാസം കിട്ടി. ദൈവമക്കളെ, പ്രയാസങ്ങളുടെ സമയത്ത് ഒരു വിശ്വാസം കിട്ടിയാൽ മഹാഭാഗ്യമാണ്, വലിയൊരു സ്വത്താണത് വിശ്വാസം. എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ ദൈവം എന്നെ കൈവിടില്ല, ആ ഒരു ഉറപ്പ്. ആ ഉറപ്പ് കിട്ടിയോടുകൂടി യോസേപ്പിൻ്റെ ശരീരത്തിലെ വേദനയൊക്കെ മാറി, ഭാവിയെക്കുറിച്ചുള്ള നിരാശ മാറി, ആകുലങ്ങൾ മാറി. യോസേപ്പ് ശാന്തനായി ആ പൊട്ടക്കിണറ്റിൽ കിടക്കുകയാണ്. അപ്പോഴിതാ പെട്ടെന്ന് മുകളിൽ നിന്നൊരു കയറ് പോലെ എന്തോ ഇറങ്ങി വരുന്നു, വള്ളി പോലെ. പറഞ്ഞ്, പിടിച്ചോ, ഇതിൽ പിടിച്ചോ, ഞങ്ങൾ വലിച്ചു കയറ്റാമെന്ന്. രൂപേനാണത്, രൂപേൻ, മൂത്ത ചേട്ടൻ. മോനെ, നീ ഇതിൽ പിടിച്ചോ, കയറിപ്പോരെ. അവരെ ചിന്തിച്ച് മറ്റൊന്നുമല്ല, യൗസേപ്പിനെ കൊട്ടക്കണ്ടിട്ടാൽ നമുക്ക് ലാഭമൊന്നുമില്ലല്ലോ. അവനെ പിടിച്ച് കച്ചവടക്കാർക്ക് കൊടുത്താൽ, അടിമ കച്ചവടക്കാർക്ക് കൊടുത്താൽ നമുക്ക് തുക കിട്ടുമല്ലോ, പൈസ കിട്ടുമല്ലോ. അവർ യൗസേപ്പിനെ 20 വെള്ളിക്കാശിന് വിറ്റു. ഇസ്മായേലി കച്ചവടക്കാർ ഇങ്ങനെ അടിമകളെ വാങ്ങിക്കൊണ്ട് പോകുന്ന കച്ചവടക്കാർ, അവർക്ക് ഈ നല്ല ചെറുപ്പക്കാരന് കിട്ടിയപ്പോൾ സന്തോഷമായി. 20 വെള്ളിക്കാശ് കൊടുത്തു. ആ വെള്ളിക്കാശ് ഈ ചേട്ടന്മാർ പോക്കറ്റിലിട്ടു. എന്നിട്ട് അവർ ഒരാടിനെ കൊന്ന് ആടിൻ്റെ രക്തത്തിൽ ഈ അങ്കി മുക്കി, യോസേപ്പിൻ്റെ അങ്കി മുക്കി അപ്പനെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കിട്ടി, അവനെ എവിടെ എന്ത് പറ്റുന്ന അറിയാൻ പറ്റില്ല, ദുഷ്ടമൃഗം തിന്നു എന്നാണ് വിചാരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഓർക്കണേ, ഈ കാലത്തിൻ്റെ തിരിച്ചടി. ഈ അപ്പൻ യാക്കോബ് സ്വന്തം അപ്പൻ്റെ മുമ്പിൽ കളവ് പറഞ്ഞവനാണ്. സ്വന്തം അപ്പൻ കണ്ണുകാഴ്ച ഇല്ലാതെ കണ്ണിൻ്റെ കാഴ്ച പറഞ്ഞപ്പോൾ അപ്പൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞതാണ്, അപ്പോൾ ഞാൻ നിൻ്റെ മകൻ ഏശാവ്. പച്ചക്കള്ളം പറഞ്ഞതാണ്. തിരിച്ചടി വരികയാണ്. ഓരോ കാര്യത്തിനും തിരിച്ചടിയുണ്ട്. അപ്പൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് വൃദ്ധനായ ഇസാക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇസാക്കിനോട് പറഞ്ഞു, അപ്പോൾ ഞാൻ നിൻ്റെ ആദ്യാതിന് ഏശാവ്. മോൻ, നിൻ്റെ ശബ്ദം കേട്ടിട്ട് യാക്കോബിൻ്റെ ശബ്ദമാണല്ലോ, നീ അടുത്ത് വന്ന് ഞാൻ തപ്പി നോക്കട്ടെ. ഏശാവിൻ്റെ ശരീരത്തിൽ രോമങ്ങളുണ്ട്, രോമാവൃതമായ ശരീരം. അപ്പോൾ യാക്കോബ് അതും കരുതിയിരുന്നു. അവൻ ആടിൻ്റെ തോലുകൊണ്ട് പൊതിഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തപ്പി നോക്കി. അപ്പം സംശയരൂപേണ പറഞ്ഞു, ശബ്ദം യാക്കോബിന് ശബ്ദം, ശരീരം ഏശാവിൻ്റെത്. ആർക്കറിയാം. അപ്പനെ കബളിപ്പിച്ചു ഈ മോൻ. ഈ യാക്കോബ് അപ്പനെ കബളിപ്പിച്ചതാണ്. ആ യാക്കോബിനെ ഇപ്പോൾ മക്കൾ കബളിപ്പിക്കുന്നു. മകൻ യോസേപ്പ് എവിടെ പോയി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, വല്ല മൃഗം പിടിച്ച് കാണും. കാരണം അവൻ്റെ വസ്ത്രം ഇതായി കിട്ടിയിരിക്കുന്നു. ആ വസ്ത്രം മുമ്പിൽ വെച്ചുകൊണ്ട് യാക്കോബ് ഇരുന്ന് കരയാൻ തുടങ്ങി. യാക്കോബ് അപ്പോൾ ഈ മക്കൾ കളവ് പറയാണെന്ന് അറിഞ്ഞുകൂടാ. യാക്കോബ് ഇരുന്ന് കരയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യാക്കോബ് യൗസേപ്പിനെ ഓർത്ത് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. യൗസേപ്പ് അവിടെ നിന്ന് 17-ാമത്തെ വയസ്സിൽ അവിടെ നിന്ന് പോയി. അവർ കച്ചവടക്കാർ കൊണ്ടുപോയി ഈജിപ്തിൽ കൊണ്ടുപോയി വിറ്റു. മിസ്രയീം, ഈജിപ്റ്റ്. അവിടെ ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന അന്നത്തെ ഫറവോ രാജാവിൻ്റെ ശ്രേഷ്ഠമന്ത്രിയായിരുന്ന പൊത്തീഫറിൻ്റെ ഭവനത്തിൽ അടിമയായവനെ വിറ്റു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ കൂടെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ദൈവം ഒരാളെ ഉയർത്താൻ വിചാരിച്ചാൽ അയാളെ തകർക്കാൻ പിശാച് വരും, ഉറപ്പാണ്. ദൈവം ഒരാളെ ഉയർത്താൻ നോക്കിയാൽ പിശാച് വരും, തകർക്കാൻ നോക്കും. യൗസേപ്പിനെ ദൈവം ഉയർത്തുമെന്ന് യൗസേപ്പിന് തന്നെ സ്വപ്നം കിട്ടിയതാണ്. യൗസേപ്പിനെ ദൈവം ഉയർത്തുമെന്ന് യൗസേപ്പിന് തന്നെ ഒരു ബോധ്യം കിട്ടിയതാണ്. പക്ഷേ യൗസേപ്പിന് ആ ബോധ്യം കിട്ടിയെങ്കിലും പിശാച് അത് കേട്ടു. ഇവൻ വളരും, വലിയനാകും, അതിനു മുമ്പ് അവനെ കൊന്നുകളയണമെന്ന് പിശാച് തീരുമാനിച്ചു. അതാണ് പൊട്ടക്കിണറ്റിലിട്ടത്. പിശാചിൻ്റെ വേരെയാണ് സഹോദരന്മാരെ കൊണ്ട് പൊട്ടക്കിണറ്റിൽ ഇടിയിച്ചത്. പിശാചിന് യൗസേപ്പിനെ തകർക്കണമെന്ന് വിചാരമുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അവന് കോരിയെടുത്തു, ഈ കച്ചവടക്കാർക്ക് കൊടുത്തു. കച്ചവടക്കാർ അവൻ്റെ തുടയിൽ ഇരുമ്പ് ഒഴിപ്പിച്ച് വെച്ചു, ചൂടടയാളം. ഇരുമ്പ് ഒഴിപ്പിച്ച് വെച്ചാൽ അവിടെ ആ ശരീരത്തിൽ അവിടെ അങ്ങ് ചീറി കരിഞ്ഞ് ഒരടയാളം ഉണ്ടാകും. ചെറുപ്പക്കാരൻ പൊളയല്ലേ, വേദനിച്ച് പൊളയല്ലേ ഇരുമ്പ് ഒഴിപ്പിച്ച് വെച്ചപ്പോൾ. വേറെ ആർക്കും ഛേദമില്ലല്ലോ, ഇവനൊരു അടിമയല്ലേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അടയാളം വെച്ച് അവനെ കൊണ്ടുപോയി പൊത്തിഫറിൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി വിറ്റു. പിശാച് അപ്പോൾ മനസ്സിലാക്കി ഇവനെ അന്ന് കൊല്ലാൻ പറ്റിയില്ല.
പൊട്ടക്കെട്ടിൽ കൊല്ലാൻ പറ്റിയില്ല. ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ ആത്മീയ ജീവിതം തകർക്കണം, ഇവൻ്റെ ഭക്തി ജീവിതം തകർക്കണം. അതിന് പിശാചിനെ കൂട്ടുപിടിച്ചത് പൊത്തിഫറിൻ്റെ ഭാര്യയാണ്. പൊത്തിഫറിൻ്റെ ഭാര്യ ഇവനിൽ ആശ വെച്ചു. ആ യൗവനക്കാരനെ പൊത്തിഫറിൻ്റെ ഭാര്യ അവൾ തിന്മയ്ക്ക് വേണ്ടി, അശുദ്ധിക്ക് വേണ്ടി പ്രേരിപ്പിച്ചു. അപ്പോഴൊന്നും അവൻ കൂട്ടാക്കിയില്ല. അവൻ വിശുദ്ധി പാലിച്ചു നിന്നു. കാരണം അവൻ ദൈവഭയം ഉണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലും അശുദ്ധിയിലേക്കുള്ള ചായ് വരുമ്പോൾ അതിൽ വീഴാതിരിക്കണമെങ്കിൽ ദൈവഭയം വേണം. ദൈവഭയം, ഒരു ദൈവം കാണുന്നുള്ളതായ ഭയം, ഒരു ദൈവം അറിയുന്നുള്ളതായ ഭയം, എൻ്റെ ദൈവം അറിയാതൊന്നും സംഭവിക്കില്ല എന്നുള്ള ഭയം, ദൈവഭയം ഉണ്ടായിരുന്നു, ദൈവഭക്തി ഉണ്ടായിരുന്നു. യൗസേപ്പിന് ദൈവഭക്തി ഉണ്ടായിരുന്നുകൊണ്ട് അവൻ ആ സ്ത്രീയുടെ ചടുലമായ വാക്കുകൾ കേട്ട് അവൻ വീണില്ല, അപകടത്തിൽ പോയില്ല. ഒരു ദിവസം യജമാന സ്ത്രീ അവനെ അവളുടെ കിടപ്പറയിലേക്ക് വിളിച്ചു. യജമാനത്തി പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റുമോ? വേലക്കാരനല്ലേ, അടിമയല്ലേ, പാവം ചതി അറിഞ്ഞില്ല. അവൻ ചെന്നു. അവൻ ചെന്നപ്പോൾ അവൾ അവനെ അശുദ്ധിക്ക് നിർബന്ധിച്ചു, അവളോട് കിടക്കാൻ നിർബന്ധിച്ചു. അയ്യോ, ഞാൻ ചെയ്യില്ല, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്തവനാണ്, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ചെയ്യില്ല. അവൾ അവനെ പിടിച്ച് ബലാത്കാരേണ പിടിച്ച് വലിച്ച് കിടക്കയിലേക്ക് കൊണ്ടുവന്ന് നോക്കി. അവൻ കുതറി ഓടിപ്പോയി, അവൻ്റെ ഉടുവസ്ത്രം അഴിഞ്ഞുപോയി പാവം. അതോടുകൂടി അവൾക്ക് ദേഷ്യമായി. അവൾ പൊത്തിഫറിനോട് പറഞ്ഞു, കണ്ടോ ആ അടിമയാവുന്നവൻ എൻ്റെ കടമുറിയിലേക്ക് വന്നു, കണ്ടോ അവനെ ഉടുവസ്ത്രമായി കിടക്കുന്നത്, ശരിയല്ലേ? കേൾക്കുന്നവർക്ക് ശരിയല്ലേ? അവൻ പാവം ചെയ്യാൻ തന്നൊന്നല്ലേ വിചാരിക്കുള്ളൂ. അവൻ എത്ര പറഞ്ഞിട്ടും പൊത്തിഫറിന് മനസ്സിലാകുന്നില്ല. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, എന്നെ നിർബന്ധിച്ചുകൊണ്ട് ചെന്നതാണ്. ഇല്ല, അതൊന്നും പൊത്തിഫർ വിശ്വസിച്ചില്ല, ജയിലിലിട്ടു. 13 കൊല്ലം ജയിലിൽ. ഭയങ്കരം. ഒരു തെറ്റും ചെയ്യാത്തവൻ 13 കൊല്ലം ജയിലിൽ കിടന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളായിരുന്നു. യൗസേപ്പിനെ ജയിലിൽ നിന്ന് വരുത്തി. ഫറോ രാജാവ് യൗസേപ്പിനെ പ്രധാനമന്ത്രിയാക്കി നിയമിച്ചു. യൗസേപ്പിൻ്റെ വേഷവിധാനങ്ങളെല്ലാം മാറി. ദൈവം യൗസേപ്പിനെ ഉയർത്തി. ഉടയമ്പുരാനെ ഒരാളെ ഉയർത്താൻ തുടങ്ങിയാൽ ആർക്ക് താഴ്ത്താൻ പറ്റും? സഹോദരന്മാരെ താഴ്ത്താൻ നോക്കി, പക്ഷെ നടന്നില്ല. മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ദൈവം ഒരുവനെ ഉയർത്താൻ തുടങ്ങിയാൽ ആർക്ക് തടുക്കാൻ പറ്റും? ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ദൈവം പ്രവർത്തിക്കുന്നത് തടുക്കാൻ ആർക്കും കഴിയുകയില്ല. യൗസേപ്പ് ഉന്നതനായി തീർന്നു. വലിയ കോട്ടും സൂട്ടും വലിയ വേഷവിധാനങ്ങളും ആഡംബരവും എല്ലാമായി രാജകൊട്ടാരത്തിൽ തന്നെ പറക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, വർഷങ്ങൾ മുന്നോട്ട് പോയി ഇരിക്കുമ്പോഴാണ് യാക്കോബ് താമസിക്കുന്ന കനാനിൽ ക്ഷാമം വന്നിരിക്കുന്നു. ക്ഷാമം, ആഹാരമില്ല. അപ്പോൾ കേട്ടു, മിസ്രയീമിൽ, ഈജിപ്തിൽ ധാന്യം കൊടുക്കുന്നുണ്ട്. ഈജിപ്തിലെ ഒരു പുതിയ പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. അദ്ദേഹം ധാരാളമായി ധാന്യം കൊടുക്കുന്ന മനുഷ്യനാണ്, വലിയ ഉദാരമതിയാണ്, അദ്ദേഹം ഉദാരമനസ്കനാണ്. അതുകൊണ്ട് ഈജിപ്തിൽ ചെന്നാൽ ധാന്യം കിട്ടും എന്ന് കേട്ടതുകൊണ്ട് യാക്കോബ് മക്കളെ പറഞ്ഞയച്ചു. മക്കൾ ഈജിപ്തിൽ ചെന്നു. യോസേഫിനെ കണ്ടു. യോസേഫിനെ ചേട്ടന്മാരെ കണ്ടപ്പോൾ മനസ്സിലായി, എന്നെ പൊട്ടക്കിന് തള്ളിയിട്ടവരാണ് വന്നിരിക്കുന്നത്. പക്ഷേ യോസേഫ് ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളവനായിരുന്നു. അവന് ദേഷ്യമില്ല, അവന് വഴക്കില്ല, അവന് പരാതിയില്ല, അവന് പരിഭവമില്ല. അവന് ദൈവത്തിൻ്റെ ഹൃദയം ലഭിച്ചവനായിരുന്നു. യോസേഫ് അവരെ കണ്ടു, പക്ഷേ തിരിച്ചറിഞ്ഞതായിട്ട് ഭാവിച്ചില്ല. ഒരു ട്രാൻസ്ലേറ്റർ, തർജ്ജമ ചെയ്യുന്ന ഒരാൾ ഈജിപ്ഷ്യൻ ഭാഷയിൽ, കോപ്റ്റിക് ഭാഷയിൽ യോസേഫ് സംസാരിക്കും, ഒരാൾ എബ്രായ ഭാഷയിൽ അവരോട് സംസാരിക്കും. അങ്ങനെ തർജ്ജമ അത് ആശയങ്ങൾ കൈമാറി. അവർ പറഞ്ഞു, ഞങ്ങൾ കനാനിലെ ഒരപ്പൻ്റെ മക്കളാണ്, ഞങ്ങൾ 12 പേരാണ്, അതിൽ ഒരാളിപ്പോൾ ഇല്ല. ആരാ ഇല്ലാത്തത്? ഈ യോസേപ്പാണ്. ഒരാളിപ്പോൾ ഇല്ല. ഞങ്ങൾ ബാക്കി 11 പേരുണ്ട്. ഇളയവൻ അവിടെ അപ്പൻ്റെ കൂടെയാണ്. യോസേഫ് എടുത്ത് ചോദിച്ചു, ഇളയവൻ എങ്ങനെയുണ്ട്, സുഖമാണോ അവന്? അന്നേരം അവർക്ക് മനസ്സിലായില്ല. ഇളയവൻ്റെ കാര്യമല്ലേ പറയുന്നത്, അവർക്കൊന്നും മനസ്സിലായില്ല. യോസേപ്പിന് തൻ്റെ അനുജനെക്കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യമുണ്ട്. സംഭവിച്ചത് ചുരുക്കി പറയട്ടെ, യൗസേപ്പ് അവർക്ക് ആവശ്യം പോലെ അവർക്ക് ധാന്യം കൊടുത്തു വിട്ടു. പക്ഷെ ഒരു കാര്യം ചെയ്തു. അവരുടെ ചാക്കിൻ്റെ വായിക്കൽ യൗസേപ്പ് അവരുടെ അന്ന് അവർ ഭക്ഷണം കഴിച്ച വെള്ളിപ്പാത്രം ചാക്കിൻ്റെ വായിക്കൽ വെച്ചു. കഷ്ടം. അവർ ചെന്ന് ചാക്ക് കഴിച്ച് നോക്കിയപ്പോൾ വെള്ളിപ്പാത്രം ഇരിക്കുന്നു. അയ്യോ, കഷ്ടമായി പോയല്ലോ. നമ്മെ ആ മിസ്രയീമിൽ പ്രധാനമന്ത്രി പിടിച്ചുകൊണ്ട് പോയില്ലേ, അദ്ദേഹത്തെ വെള്ളിക്കണ്ടം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയില്ലേ. അവർ വെപ്രാളപ്പെട്ട് അവർ തിരികെ വീണ്ടും ചെന്നു. ഞങ്ങൾക്ക് ഈ പാത്രം കിട്ടി, ഞങ്ങൾ എടുത്തതല്ല കേട്ടോ. യൗസേപ്പ് അത് അവർക്കൊരു കാര്യം ഓർമ്മ വരാനാണ്. വെള്ളിപ്പാത്രം വെച്ചത് വെള്ളിക്കാശ് വാങ്ങിയ കാര്യം ഓർമ്മ വരാനാണ്. അവർക്ക് കുറ്റബോധം കിട്ടാൻ വേണ്ടിയാണ്. വെള്ളിക്കാശ്
20 വെള്ളിക്കാശ് എണ്ണി വാങ്ങിയില്ലേ? ആ കാര്യം ഓർമ്മ വരാൻ വേണ്ടിയാണ് ആ യൗസേപ്പ് അവർക്കത് കൊടുത്തത്. യൗസേപ്പിൻ്റെ ഒരു ആഗ്രഹമേ ഉള്ളൂ, അവരെ ശിക്ഷിക്കണമെന്നല്ല, പക്ഷേ അവരെ രക്ഷിക്കണവർ കുറ്റബോധം വന്നാലേ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അവർ ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള പശ്ചാത്താപം വന്നാലേ അവർ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അടുത്ത പ്രാവശ്യം അവർ ധാന്യം കൊണ്ടുചെന്നു. അത് കഴിഞ്ഞു തീർന്നപ്പോൾ പിന്നെയും വന്നു. ഈ പ്രാവശ്യം യൗസേപ്പ് അവരിൽ ഒരാളെ അടിമയാക്കി അവിടെ ജയിലിലിട്ടു. എന്തിനാണ് ജയിലിട്ടത്? ഒരു സഹോദരനെ ജയിലിട്ടാൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന വിഷമം അവരെന്ന് അറിയാൻ. എന്നെ ഇട്ടേച്ചത് പോയ കൂട്ടരല്ലേ, പക്ഷേ തന്നെത്താൻ ഇത് മനസ്സിലാക്കി കൊടുത്തില്ല, ഞാൻ ആരാണെന്ന് പറഞ്ഞില്ല. ഒരാളെ ശിമയോനെ ജയിലിലിട്ടു. അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ എങ്ങനെ പോകും? എന്നൊരു കാര്യം, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളുടെ ഇളയ അനുജനെ കൊണ്ടുവരണം. അനുജനെ കൊണ്ടുവരുന്നില്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരികയേ വേണ്ട. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രണ്ടാം പ്രാവശ്യം അവർ അപ്പനോട് പ്രത്യേക അനുമതി വാങ്ങി ഇളയ അനുജനെ ബെന്യാമിനെയും കൂട്ടിക്കൊണ്ടുപോയി. ഉൽപ്പത്തി പുസ്തകത്തിലെ കഥകൾ വായിക്കുന്ന നല്ല രസമാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും വായിച്ച് രസിക്കാം. ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് ഇതൊക്കെ വായിച്ച് എനിക്ക് വലിയ ആനന്ദം ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല മനോഹരമായ കഥയല്ലേ? ദൈവത്തിന് സ്തോത്രം. കേൾക്കൂ. ഈ പ്രാവശ്യം അവർ ചെന്നപ്പോൾ യൗസേപ്പ് തന്നെ വെളിപ്പെടുത്തി, ഞാൻ യൗസേപ്പാകുന്നു. ഷ്യോ, ഞെട്ടിപ്പോയി. നിങ്ങൾ വിറ്റ് കളഞ്ഞ യൗസേപ്പാകുന്നു ഞാൻ. നിങ്ങൾ 20 വെള്ളിക്കാശിന് വിറ്റ് യൗസേപ്പാകുന്നു ഞാൻ. എന്നെ നിങ്ങൾ വിറ്റതുകൊണ്ട് നിങ്ങൾ വിഷാദിക്കേണ്ട. ഞാൻ നിങ്ങൾ പ്രതികാരം ചെയ്യുകയില്ല. എനിക്ക് ദൈവത്തിൻ്റെ ഹൃദയം തന്നിരിക്കുകയാണ്, ദൈവത്തിൻ്റെ മനസ്സ് തന്നിരിക്കുകയാണ്. പ്രതികാരമില്ല എനിക്ക്. നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ ഇങ്ങോട്ട് മുമ്പേ അയച്ചു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. സാരമില്ല, കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട. ഒരു കാര്യം ചെയ്യാമോ? അപ്പനെയും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും എണ്ണം നോക്കി. 70 പേരുണ്ട്. 70 പേരെയും, മക്കളും ഭാര്യമാരും മക്കളും എല്ലാം 70 പേരും കൂടി ഒന്ന് വരണം. അയ്യോ, ഇത്രയും ദൂരം എങ്ങനെയാണ് കൊച്ചു പിള്ളേരൊക്കെ വരണത്? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് സ്റ്റേറ്റ് കാർ തന്നയക്കാം. സ്റ്റേറ്റ് കാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ രഥം. ഈ രഥങ്ങളെല്ലാം കൂടി ഒന്ന് യാക്കോവിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒന്ന് അണിനിരന്ന് നിൽക്കുകയാണ്. യാക്കോവ് നോക്കി. യാക്കോവ് ഈ രഥങ്ങളൊന്നും കണ്ടില്ല. മക്കൾ വരാൻ താമസിക്കുന്നില്ലെന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. യാക്കോവ് കിടക്കയിൽ കിടന്ന കിടപ്പാണ്. ഒരു വടി അരികത്തുണ്ട്. ആ വടിയിൽ ഊന്നി വേണ്ട എഴുന്നേൽക്കാൻ. പണ്ട് യാബൂക്കടവിൽ വെച്ച് ഒരു ഉളുക്ക് പറ്റിയതാണ്. അതിനുശേഷം ഒരു വടി കൂടിയേ പറ്റൂ. ഈ യാക്കോബ് ഈ വടി താങ്ങിക്കൊണ്ട് പയ്യെ എഴുന്നേറ്റ് ശബ്ദം കേട്ടിട്ടുണ്ട്. മക്കളെ വന്നോ? അപ്പോൾ ഞങ്ങൾ വന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ നമ്മുടെ യൗസേപ്പ് ജീവനോട് ഇരിപ്പുണ്ട് കേട്ടോ. യൗസേപ്പ് ജീവനോട് ഇരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോഴേക്കും അപ്പൻ ഇതെന്ത്, ഞാൻ സ്വപ്നം കാണുകയാണോ? പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊന്നുകളഞ്ഞ മൃഗങ്ങൾ പിടിച്ച് കൊന്നുകളഞ്ഞ യൗസേപ്പ് ജീവനോട് ഇരിക്കുന്നതെന്നോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നമുക്കൊന്നൊരു വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 26-ാം വാക്യം മുതൽ. അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിൻ്റെ അടുക്കലെത്തി അവനോട്, യോസേഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി. അനക്കമറ്റിരുന്ന് പോയി. എന്താ ഞാൻ ഈ കേൾക്കുന്നത്? ഞാൻ സ്വപ്നം കാണുകയാണോ? യോസേഫ് ജീവനോടിരിക്കുന്നവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. അവർ പറഞ്ഞത് യാക്കോബ് വിശ്വസിച്ചില്ല. ഇതെന്ത് എന്നെ ഇനിയും വിഷമിക്കാൻ പറയുകയാണോ? എന്തായി പറയുന്നത്? യാക്കോബ് ഈ മക്കൾ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. യോസേഫ് ജീവനോടിരിക്കുന്നു പറഞ്ഞത് വിശ്വസിച്ചില്ല. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. യോസേഫ് പറഞ്ഞ വാക്കുകളൊക്കെയും പറഞ്ഞു. ഈ അവിടെ നിന്ന് അപ്പനെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു വിട്ടതും എല്ലാം പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ദൈവത്തിന് സ്തോത്രം. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ ഈജിപ്തിലെ ചിഹ്നമുള്ള, അടയാളമുള്ള, മുദ്രയുള്ള വാഹനങ്ങൾ, രഥങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. രഥങ്ങൾ വലിക്കാനുള്ള കുതിരകൾ നിൽക്കുന്നു. യാക്കോബ് അമ്പരപ്പോടെ കണ്ടു. അതുവരെയും വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പോൾ യാക്കോബിന് വിശ്വാസമായി. പറഞ്ഞത് ശരിയാണെന്ന് വിശ്വാസമായി. എന്നിട്ട്, മതി, എൻ്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മതി, എൻ്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ പോയി അവനെ കാണും. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മോനെ കാണണം. ഞാൻ മരിക്കും മുമ്പേ പോയി അവനെ കാണും. ദൈവത്തിന് സ്തോത്രം. മതി, എനിക്ക് മതിയായി. മക്കളെ, എനിക്ക് തൃപ്തിയായി, എനിക്ക് സമാധാനമായി. മരിച്ചുപോയി എന്ന് പറഞ്ഞിരുന്ന എൻ്റെ മകൻ ജീവനോടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞ യൗസേപ്പ് 30 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞ കർത്താവായ യേശുവിൻ്റെ മുൻകുറിയാണ്. യേശു ക്രിസ്തു ജീവനോടിരിക്കുന്നു.
ഇനിയും തളരേണ്ട, തകരേണ്ട, ഇനിയും വാടേണ്ട, നിങ്ങൾ വരേണ്ട, വിഷമിക്കേണ്ട. യേശു ക്രിസ്തു ജീവനോടുകൂടി ഇരിക്കുന്നു. തന്നെ കയറ്റി കൊണ്ടുപോകാൻ രഥങ്ങളെ അയച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ എന്താണ് കേൾക്കുന്നത്? നിങ്ങളെ ആനയിക്കാൻ സ്വർഗീയ രഥങ്ങളെ നിങ്ങളുടെ അരികിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഏതാണ് രഥങ്ങൾ? അത് വിശുദ്ധ സ്തുതികളാണ്. വിശുദ്ധ സ്തുതിയുടെ രഥങ്ങൾ നിങ്ങൾക്ക് നേരെ അയച്ചിരിക്കുന്നു. വിശുദ്ധ ജീവിതത്തിൻ്റെ സ്തുതിയുടെ രഥങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിച്ചിരിക്കുന്നു. കർത്താവേ, ഇതിന് നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആത്മാവിന് സ്തുതിയില്ല, സ്തോത്രമില്ല. എന്നാൽ കാരാഗ്രഹത്തിൽ മോചനം പ്രാപിച്ച സ്തുതി ഉണ്ടാകും. എൻ്റെ കർത്താവേ, എന്നെ കയറ്റി കൊണ്ടുപോകാൻ യൗസേപ്പ് രഥങ്ങൾ അയച്ചിരിക്കുന്നു. എനിക്ക് എൻ്റെ മോനെ ചെന്ന് കാണണം. 17-ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ മോൻ യൗസേപ്പിന് 44 വയസ്സ് പ്രായമായി. ഇപ്പോൾ ഈ യൗസേപ്പിനെ കാണാൻ കിട്ടിയ അവസരം, ഞാൻ പോയി അവനെ കാണും. മരിക്കുന്നതിന് മുമ്പേ ഞാൻ പോയി അവനെ കാണും. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് വളരെ ഗൗരവമായി നിങ്ങൾ അറിയിക്കാനുള്ളത്, മരിക്കും മുമ്പേ പോയി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനെ കണ്ടെത്തണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മരിക്കും മുമ്പേ പോയി യേശുവിനെ കണ്ടെത്തണം. മൺമറഞ്ഞു പോയി എന്ന് വിചാരിക്കുന്ന, ക്രൂശിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന, തീർന്നു പോയി എന്ന് വിചാരിക്കുന്ന, ഇവൻ്റെ കഥ കഴിഞ്ഞല്ലോ എന്ന് യഹൂദന്മാർ ഊറ്റം കൊള്ളുന്ന ആ യേശുവിനെ നിങ്ങൾ പോയി കാണണം. ദൈവത്തിന് സ്തോത്രം. മരിക്കും മുമ്പേ പോയി യേശുവിനെ കാണണം. നിങ്ങൾ കണ്ടോ യേശുവിനെ? ഈ മൺമറഞ്ഞു പോയി എന്ന് വിചാരിക്കുന്ന യേശുവിനെ നിങ്ങൾ കണ്ടോ? ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനെ നിങ്ങൾ കാണുന്നുണ്ടോ? അരികത്തേക്ക് നിങ്ങളെ തേടി വന്ന യേശുവിനെ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളെ ഓമന പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് നിങ്ങൾ അരികത്തൂടെ നടക്കുന്ന യേശുവിനെ നിങ്ങൾ കാണുന്നുണ്ടോ? സമീപത്തുകൂടി വന്ന് നിങ്ങളുടെ തലമേൽ കരം വയ്ക്കാൻ നീട്ടുന്ന ആ തൃക്കരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളുടെ വേദന ശമിപ്പിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ മാറ്റുവാൻ വന്നിരിക്കുന്ന യേശുവിനെ നിങ്ങൾ അറിയുന്നുണ്ടോ? യേശു ജീവിക്കുന്നു. കഴിഞ്ഞ കാല പാവങ്ങൾ ഓർക്കുന്നില്ല. ഈ ചേട്ടന്മാർ ചെയ്ത ദുഷ്കൃതമൊന്നും ഓർക്കുന്നില്ല. അവർ ചെയ്തതായ വഞ്ചനയൊന്നും ഓർക്കുന്നില്ല. അവരുടെ അസൂയൊന്നും ഓർക്കുന്നില്ല. എല്ലാം ക്ഷമിച്ച് അവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആ യോസേപ്പിനെ പോലെ യേശു ഇതാ എല്ലാം ക്ഷമിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുക. കർത്താവേ, ഇത്രയും കാലം ഞാൻ യേശുവിനെ അറിയാതെ ജീവിച്ചു പോയി. ഇത്രയും കാലം അനേകം പാപങ്ങൾ വന്നുപോയി. അനേകം തെറ്റുകളിൽ ഞാൻ കുടുങ്ങിപ്പോയി. രക്ഷക, ഇന്ന് എന്നോട് മനസ്സലിഞ്ഞ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഇതുവരെ ഒന്നു എല്ലാ വഞ്ചനകളും ക്ഷമിക്കണമേ. എല്ലാ അസൂയയും ക്ഷമിക്കണമേ. എല്ലാ തിന്മകളും പൊറുക്കണമേ. കർത്താവേ, എല്ലാ മോഷണങ്ങളും ക്ഷമിക്കണമേ. എല്ലാ കവർച്ചകളും ക്ഷമിക്കണമേ. എല്ലാ വൈരാഗ്യങ്ങളും പകകളും വിദ്വേഷങ്ങളും ക്ഷമിക്കണമേ. കർത്താവ്, ഇതുവരെ എൻ്റെ കുടുംബത്തിൽ വന്ന എല്ലാ കലഹങ്ങളും ബഹളങ്ങളും എല്ലാം കാരണക്കാരൻ ഞാനാണെന്ന് ഏറ്റു പറയുന്നു. യേശുവേ, എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. അപ്പോൾ വിശ്വസ്തരുടെ മേൽ തൃക്കരം വെച്ചതിനായി സ്തോത്രം. അനുസരിച്ചവരുടെ മേൽ ആത്മാവ് വ്യാപരിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയിൽ വിശ്വസിച്ച് വന്നവർക്ക് രോഗസൗഖ്യം നൽകിയതിനായി സ്തോത്രം. അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണമേ. നിത്യ സ്വർഗത്തിലെത്തുവാൻ എല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, അവിടുത്തെ 2-ാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറന്നു ഉയരുമ്പോൾ ആ കൂട്ടത്തിൽ പറന്നു ഉയരാൻ ഞങ്ങൾക്കും ഭാഗ്യം തരണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.